ഹലോ ഫ്രണ്ട്സ്, വെറും 840 രൂപയ്ക്ക് നിങ്ങൾക്ക് വയറ് നിറയെ അൺലിമിറ്റഡ് ആയിട്ട് ബാർബക്യൂ കഴിക്കണമെങ്കിൽ നേരെ തിരുവനന്തപുരം ലുലുവിലുള്ള ബാർബക്യൂ നേഷനിലേക്ക് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ തരും. ഏറ്റവും ആദ്യം വരുന്നത് കോണ് ഇതുപോലെ ഫ്രൈ ചെയ്ത പോലത്തെ ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റി സാധനമായിരുന്നു. പിന്നെ വന്നത് നല്ല ചൂട് ചിക്കൻ സമോസയാണ്. ചൂട് ചിക്കൻ സമോസ ഇതുപോലെ പുതിന ചട്നിയിൽ മുക്കി കഴിക്കണം. ആഹാ, എന്തോ ടേസ്റ്റാണെന്ന് അറിയാവോ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫ്രൈഡ് മോമോസ് വന്നു. ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോഴാണ് ബാർബക്യൂ ഐറ്റംസ് ഓരോന്നായിട്ട് വരുന്നത്. ആദ്യം വെജ് ഐറ്റംസ് കുറേ വന്നു, പിന്നെ ഫിഷ്, പ്രോൺസ്, ചിക്കൻ, ഇതിൻ്റെ എല്ലാം ബാർബക്യൂ ഐറ്റംസ് വന്നു. അത് നമുക്ക് അൺലിമിറ്റഡ് ആണ് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന പോലെ എത്ര വേണോ നമുക്ക് കഴിക്കാം, വയറ് നിറയെ കഴിക്കാം, എല്ലാം അൺലിമിറ്റഡ് ആണ്. അതിനുശേഷം വെജ് ബാർബക്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തണ്ണിമത്തൻ ഇതുപോലെ റോസ്റ്റ് ചെയ്ത പോലെ കൊണ്ടുവന്നു, പൈനാപ്പിൾ റോസ്റ്റ് ചെയ്ത പോലെ കൊണ്ടുവന്നു, എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. ഇതിന് ശേഷം മെയിൻ കോഴ്സ് പോയി കഴിഞ്ഞാൽ ആദ്യം പപ്പടത്തിൽ തുടങ്ങാം, പിന്നെ സലാഡ്, കട്ട് വെജിറ്റബിൾസും സലാഡും ഒക്കെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. കർഡ് റൈസ് ഉൾപ്പെടെ അതിൻ്റെ കൂടെ വച്ചിട്ടുണ്ടായിരുന്നു, അതായിരുന്നു അതിശയം. പിന്നെ മെയിൻ കോഴ്സിൽ വേറെ ഉണ്ടായിരുന്നത് വെജ് ബിരിയാണി ഉണ്ടായിരുന്നു, നല്ല ചൂട് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ഒരു മാരക സംഭവമായിരുന്നു ഇവിടുത്തെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനം അതായിരുന്നു. ഇതിലെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ബാർബക്യൂ കഴിച്ച് വയറ് നിറഞ്ഞതുകൊണ്ട് അത് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് മട്ടൻ സൂപ്പ് ഉണ്ടായിരുന്നു, നല്ല ഫിഷ് കറി ഉണ്ടായിരുന്നു, എഗ് മസാല ഉണ്ടായിരുന്നു. ചൈനീസ് ഡിഷ് ഇഷ്ടമുള്ളവർക്ക് നൂഡിൽസും ചില്ലി ചിക്കനും ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ വെജിറ്റേറിയൻ ആണോ? പേടിക്കണ്ട, നിങ്ങൾക്ക് കഴിക്കാനായിട്ട് കടായി പനീറും വെജ് മുസ്കാനും ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് കഴിക്കണമെന്നുള്ളവർക്ക് തണ്ണിമത്തനും പപ്പായ ഉണ്ടായിരുന്നു. ഇനി സ്വീറ്റ് സെഷനിലായിരുന്നു ഏറ്റവും മാരകമായിട്ടുള്ള വെറൈറ്റീസ്. പായസം ഉണ്ടായിരുന്നു, ഹൽവ ഉണ്ടായിരുന്നു, ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു, കേക്കുകളുണ്ടായിരുന്നു, കേസരി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ഭംഗിയായിട്ട് അടുക്കി വെച്ചേക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നിപ്പോയി. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാനൊരു മധുരപ്രിയനായതുകൊണ്ട് ഇതെല്ലാം ഓരോന്നും ഓരോ പീസ് വീതം കഴിച്ചു. ഈ കട്ട് ഫ്രൂട്ട് സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കഴിക്കുന്നത്. പിന്നെ ചോക്ലേറ്റ് കോക്കനട്ട് ബോൾസ് ഉണ്ടായിരുന്നു, ക്യാരറ്റ് ഹൽവ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചിട്ട് മനസ്സൊന്ന് തണുപ്പിക്കാനായിട്ട് നമുക്ക് പല വെറൈറ്റി കുൽഫീസ് ഉണ്ട്. ഞാനൊരു സാധാ മലായി കുൽഫി മേടിച്ച് കഴിച്ചു. ഒരു ഫിനിഷിംഗ് ടച്ച് എന്ന മട്ടിൽ ഒരു ഫ്രൈഡ് ഐസ്ക്രീമും കൂടെ ഞാൻ വാങ്ങിച്ച് കഴിച്ചു. ഇതിനെല്ലാം ചേർത്ത് ബാർബക്യൂ ഇല്ലാണ്ട് കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക് ഡേയ്സിൽ വെറും 499 രൂപ കൊടുത്താൽ മതിയാകും.